അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത പുസ്തകം നിസാർ ഇൽത്തുമിഷ് എഴുതിയ ദായമക്കൈ എന്ന് പറയുന്ന പുസ്തകമാണ്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ നിലനിന്നിരുന്ന വളരെ പ്രാകൃതമായിട്ടുള്ള ആ ഒരു ലിംഗഛേദന രീതി അല്ലെങ്കിൽ ചടങ്ങിനെയാണ് ദായമക്കൈ എന്ന് പറയുന്നത്. ഉള്ളിൽ ഒരു പെണ്ണിൻ്റെ സ്വത്വമായി ജീവിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ കുറ്റവാക്കുകളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെട്ട് അവിടെ അവർ സ്വന്തം സ്വത്വത്തോടുകൂടി ജീവിക്കുവാൻ അവർ അനുഭവിക്കുന്ന നരകയാതനകളെയും മാനസിക വിഷമങ്ങളെയുമാണ് ഈ പുസ്തകം തുറന്നു കാട്ടുന്നത്. അങ്ങനെ സ്വന്തം സ്വത്വത്തിനു വേണ്ടി പോരാടിയ രാഗരഞ്ജിനിയുടെയും സൽത്തനജിൻ്റെയും കഥയാണ് ദായമക്കൈ. ചരിത്രവും ഐതിഹ്യവും കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ദായമക്കൈ വ്യത്യസ്തമായ ഒരു അവതരണവും ഭാഷാ ശൈലിയുമായതിനാൽ കഥയോടൊപ്പം സഞ്ചരിക്കുന്നതിൽ ചിലപ്പോൾ ഒരു പ്രയാസം തോന്നിയേക്കാം. ദായമക്കൈ വായനക്കാർക്ക് സമ്മാനിച്ച നിസാർ ഇൽത്തുമിഷിന് എല്ലാവിധ ആശംസകളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.